ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കർക്കിടക വാവ് ദിവസത്തെ വാവ് ബലിയിടുന്നതിൻ്റെ ദിവസത്തെയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ മോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. കർക്കിടക വാവാണെങ്കിൽ അവർക്ക് അവിടെ അവധിയൊന്നുമില്ല കേട്ടോ, ക്ലാസ് ഉണ്ട്. അക്കാഡമി ആയതുകൊണ്ട് അവിടെ അവധിയൊന്നും ബാധകമല്ല. അങ്ങനെ മോള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി വന്നിട്ടുണ്ടേ, ബലിയിടാനായിട്ട് പോകാനായിട്ട് റെഡിയായതാണ്. അപ്പോൾ അച്ഛനും മോനും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ നമുക്കിവിടെ ബലിയിടാനൊന്നും പറ്റത്തില്ല, കാരണം വെച്ചാൽ ഇതിപ്പം വാടകയ്ക്കല്ലേ നമ്മളിവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബലിയിടാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടിരുന്ന സമയത്തൊക്കെ നമ്മളവിടെ ദാഹം വയ്ക്കുകയും തലേ ദിവസം ഈ ദാഹം വയ്ക്കുകയും പിറ്റേ ദിവസം ഈ ബലിയിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിപ്പോൾ 2 വർഷമായിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും മോനും കൂടെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ തലേദിവസം പോയി അമ്പലത്തിൽ ചെന്ന് രസീതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വീതി വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. ചോറ് കഴിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ വീതിയൊക്കെ വെക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കനാണ് വാങ്ങിയത്. പിന്നെ മീൻ കിട്ടിയത് കണ്ണിയിലാണ്. അത് മുളകിൽ പൊള്ളിച്ചെടുത്ത് പിന്നെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് ഞാനത് കറിയാക്കി തന്നെയാണ് വെക്കുന്നത്. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ആദ്യം വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളാണിതെല്ലാം. പിന്നെ അനിക്കുട്ടിയാണ് ഇന്ന് അരിഞ്ഞൊക്കെ തന്നത് കേട്ടോ. മക്കളെന്ന് പറയാനായിട്ട് മോൾ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ, മോള് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളിയും സവോളയൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത രീതിയിൽ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്തൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, നേരിട്ട് തന്നെ ഇടുകയാണ്. ഫ്രൈ ആക്കാതെ തന്നെ ഇട്ടിട്ടാണ് കറിയാക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട്. അതിന് ശേഷം നമ്മൾ വെച്ചിരുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് അത്യാവശ്യം വെള്ളം കുറവായിരുന്നു, പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് അരച്ചുകൂട്ട് കറി മോരുണ്ടായിരുന്നു, മോര് കാച്ചിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കറിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഊണ് കഴിക്കണം. അപ്പോൾ മോളിന്ന് ഇവിടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ കഴിക്കാൻ പോയാണ്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. കണ്ണിയിലാണ് കിട്ടിയത്, അത് മുളകിൽ പൊള്ളിച്ചാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡിയായി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഇരിപ്പുണ്ടേ, അപ്പോൾ അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവ് ദിവസം നമ്മളിങ്ങനെ ഫുഡെല്ലാം ഇണക്കി കഴിഞ്ഞിട്ട് ചോറും കറികളൊക്കെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ആദ്യം കൊണ്ടുവന്ന് പ്രതികൾക്ക് നമ്മൾ വീതി വയ്ക്കും. വീതി വെച്ചിട്ടാണ് നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതേ ഊണ് കഴിക്കാനിരുന്നത്. അപ്പോൾ പിന്നെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ ഞാൻ അധികം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ചേട്ടായിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല സുഖമില്ലാതെയാണ് വന്നത്. അപ്പോൾ ബലിയിടാൻ പോകേണ്ടതുകൊണ്ടാണ് അതിരാവിലെയുള്ള കുളിയും ഒക്കെ വേണ്ടി വന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ രാവിലെ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുള്ള ദിവസമാണിത്. വ്യാഴാഴ്ചയാണെങ്കിലും ആൾ ഒത്തിരി ഉണ്ട്. അത് കാരണം പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ഉച്ചയ്ക്കാണ് ആൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പം ഒരു 5 മണി അല്ല 6 മണിയൊക്കെ കഴിയുമ്പോഴാണെങ്കിൽ അധികം തിരക്കുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോനുമായിട്ട് പോകാം, അതല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും പോകാമല്ലോ. അപ്പോൾ മോൻ വർക്കിലാണ്. മോനും ഇന്ന് അവധിയൊന്നുമില്ല കേട്ടോ, വർക്കുണ്ട്. അപ്പോൾ മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ, മീറ്റിങ്ങുള്ള ദിവസമാണെങ്കിൽ ഇതുപോലെ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ചാൽ പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഊണ് കഴിച്ചുണ്ടാക്കി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യം മറന്നേക്കരുതേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണം. അങ്ങനെ ഒരു 5-5:30 ആയ ഒരു സമയമായപ്പോഴത്തേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ വളരെ കുറവാണ്. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വടക്കേ വീട്ടിലെ
ഓട്ടോ വിളിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മഴ ആ സമയത്ത് മഴയില്ലായിരുന്നു, മഴ ഒന്ന് തോർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു, എന്നാലും ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ ചേട്ടായി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുട എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വണ്ടി വിട്ട് പോയോന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയതാണേ. അങ്ങനെ പിന്നെ കുട എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട വേണ്ട, ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോരാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുട കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ റോസാ ചെടികളും കഴിഞ്ഞ ദിവസം കുറച്ച് തുളസി തൈയൊക്കെ കൊണ്ടുവന്ന് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയില്ലേ, അത് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നിന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്ന്. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ അവിടെ വളർന്ന് നിൽപ്പുണ്ട്. ഇന്നാളെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ്, പിന്നെ അത് നന്നായിട്ട് വീണ്ടും പിടിച്ച്. അപ്പോൾ എനിക്ക് കൈക്ക് വയ്യാത്ത കാരണം പിന്നെ ഞാൻ കൊത്താനൊന്നും പോയില്ലായിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ട് മതിലിന് പുറത്തുള്ളതും ഒക്കെ ഒന്ന് കൊത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി പുറത്തൊരു ക്ലീനിങ്ങും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടായി ആ ഓട്ടോയിൽ തന്നെ മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട്, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.